ദേശാഭിമാനി മുഖപ്രസംഗം 2025 ഏപ്രിൽ 28. ഇന്ത്യയുടെ ഐക്യവും സൗഹാർദ്ദവും കാക്കണം. ജമ്മു കാശ്മീരിൽ പുൽവാമയ്ക്ക് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് 22-ന് പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിൽ ഉണ്ടായത്. പ്രകൃതി മനോഹരമായ താഴ്വരയിലെ കാഴ്ചകൾ ആസ്വദിക്കാനെത്തിയ മനുഷ്യരെ നിമിഷനേരം കൊണ്ട് ഭീകരർ കൊന്നൊടുക്കി. 26 പേർക്ക് ജീവൻ നഷ്ടമായി. രാജ്യം ഞെട്ടിത്തരിച്ച നിമിഷങ്ങൾ. ഈ പൈശാചികതയ്ക്കെതിരെ ഇന്ത്യ ഒന്നാകെ അണിനിരന്നിട്ടുണ്ട്. ഭീകരരുടെ അടിവേരടക്കാനുള്ള യൂണിയൻ സർക്കാരിന്റെ നടപടികൾക്ക് രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യം ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട നിമിഷമെന്ന് എല്ലാവരും തിരിച്ചറിയുന്നു. എന്നാൽ ഭീകരവാദികൾക്കെതിരെ ഉയരേണ്ട പ്രതിഷേധം മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം സംഘപരിവാർ കേന്ദ്രങ്ങൾ നടത്തുന്നതായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ കാണുന്നു. പഹൽഗാം ആക്രമണത്തിന്റെ മറവിൽ രാജ്യമൊട്ടുക്ക് മുസ്ലിം വിരോധം പടർത്താനാകുമോ എന്നാണ് അവർ നോക്കുന്നത്. ഇതിനായി പ്രകോപനപരമായ പരിപാടികൾ തുടരുകയാണ്. ജയ്പൂരിൽ മസ്ജിദിലേക്ക് BJP MLA ബാൽമുകുന്ദ് ആചാര്യയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചും ഡൽഹിയിലും ബംഗളൂരുവിലും BJP നേതാക്കൾ നടത്തിയ പ്രകടനവും ഇതിന്റെ ഭാഗമാണ്. സംഘപരിവാർ അനുകൂല ദൃശ്യമാധ്യമങ്ങൾ വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള വാർത്താ പരിപാടികൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്യുന്നുമുണ്ട്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ കശ്മീരി വിദ്യാർത്ഥികളെയും വ്യാപാരികളെയും ഭീഷണിപ്പെടുത്തുന്നുവെന്ന വാർത്തകളുമുണ്ട്. ബൈസരൻ താഴ്വരയിൽ നിരപരാധികളെ കൊന്നൊടുക്കാനെത്തിയ ഭീകരരെ സ്വന്തം ജീവൻ നൽകി പ്രതിരോധിച്ചത് ആദിൽ ഹുസൈനെ പോലുള്ള കശ്മീരികളായിരുന്നു. ആക്രമണം ഉണ്ടായപ്പോൾ തങ്ങൾക്ക് സുരക്ഷാ കവചമായി നിന്നത് കശ്മീർ ജനതയാണെന്ന് അന്നവിടെ ഉണ്ടായിരുന്ന ഒട്ടേറെ പേർ പറയുന്നത് നമ്മൾ കേട്ടു. കശ്മീരിൽ എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടിയെന്ന് ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മലയാളി രാമചന്ദ്രൻ്റെ മകൾ ആരതിയുടെ വാക്കുകൾ ലോകം മുഴുവൻ കേട്ടതാണ്. കശ്മീരിൻ്റെ മണ്ണിൽ കൺമുന്നിലാണ് അച്ഛൻ പിടഞ്ഞു വീണത്. നികത്താനാകാത്ത ആ നഷ്ടത്തിന് പകരമല്ല ഒന്നും. എന്നാൽ അതേ മണ്ണ് എനിക്ക് 2 കൂടപ്പിറപ്പുകളെ തന്നു, മുസാഫിറും സമീറും. ഇടവും വലവും നിന്ന് കുഞ്ഞനുജത്തിയെപ്പോലെ അവർ എന്നെ കാത്തു. ആരതിയുടെ ഈ വാക്കുകളിലുണ്ട് നമ്മുടെ ഇന്ത്യ, നമ്മുടെ കശ്മീർ. ഇതെല്ലാം മറന്ന് അഴിഞ്ഞാടാൻ ശ്രമിക്കുകയാണ് ഹിന്ദുത്വ വർഗീയതയുടെ വക്താക്കൾ. മതനിരപേക്ഷ രാഷ്ട്രമെന്ന നിലയ്ക്കുള്ള ഇന്ത്യയുടെ നിലനിൽപ്പിനെ കുത്തിപ്പിളർന്ന് വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കാനാണ് സംഘപരിവാർ എന്നും ശ്രമിച്ചത്. ഇപ്പോൾ ബൈസരൻ ആക്രമണത്തിൻ്റെ പേരിലും വർഗീയ കലാപത്തിന് പ്രകോപനമുണ്ടാക്കുന്നു. കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താനും ഇന്ത്യയെ അസ്ഥിരീകരിക്കാനുമുള്ള സാമ്രാജ്യത്വ അജണ്ടയ്ക്ക് പഴക്കമേറെയുണ്ട്. പാക് ഭീകരവാദത്തിൻ്റെ വേരുകൾ അവിടേക്ക് നീളുന്നതാണ്. ഇപ്പോഴത്തെ ആക്രമണത്തിലും ഭീകരരുടെ കയ്യിലുണ്ടായിരുന്ന തോക്കുകളും മറ്റും അമേരിക്കയടക്കമുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങളിൽ നിന്നുള്ളതാണെന്ന് വെളിപ്പെട്ടിട്ടുണ്ട്. ഭീകരപ്രവർത്തനത്തെ പ്രത്യേക മതവുമായി ചേർത്ത് സമൂഹത്തിൽ വിദ്വേഷം സൃഷ്ടിക്കുക എന്നതും സാമ്രാജ്യത്വ അജണ്ടയാണ്. സംഘപരിവാർ നടപ്പാക്കുന്നതും വിദ്വേഷത്തിൻ്റെയും ശത്രുതയുടെയും അജണ്ട. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് പാക് ഭീകരവാദത്തിനെതിരെ ധീരോദാത്തമായി പോരാടുന്നവരാണ് കശ്മീർ ജനത. ആ നാടിൻ്റെ ചരിത്രം അതിന് തെളിവാണ്. ഭീകരവാദികളുടെ നാണം കെട്ട ആക്രമണങ്ങൾക്ക് കശ്മീർ ജനത കീഴടങ്ങില്ലെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും കശ്മീർ നിയമസഭാംഗവുമായ മുഹമ്മദ് യൂസഫ് തരിഗാമി പറഞ്ഞത് ഇതോട് ചേർത്ത് വായിക്കാം. എത്രയോ ആക്രമണങ്ങളെ അതിജീവിച്ചവരാണ് കശ്മീർ ജനത. തരിഗാമി തന്നെ പലവട്ടം ഭീകരരുടെ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ജനതയുടെ ഐക്യം തന്നെയാണ് ഇന്ത്യ വിരുദ്ധ ഭീകര സംഘത്തിനെതിരായ പ്രതിരോധത്തിൻ്റെ മഹാബലം. ഈ ഐക്യം തകർത്ത് ഭിന്നിപ്പും ശത്രുതയും ഉണ്ടാക്കി വർഗീയ കലാപത്തിന് ശ്രമിക്കുന്നവർക്കെതിരെ എല്ലാവരും ജാഗ്രത പുലർത്തണം.